അപ്പം ആനയെ കഴുകുവാണ്. ബിനിച്ചേട്ടൻ അവിടെ നടയൊക്കെ ചെത്തിക്കൂട്ടി റെഡിയാക്കുവാണ്. ചേട്ടാ നടയൊക്കെ അല്ലേ എങ്ങനെ ഇരുന്നാ ചെത്തി കൂട്ടിയിട്ടില്ല നമ്മളിതുവരെ നമ്മുടെ കയ്യിൽ കിട്ടിയില്ലേ? ഇതൊക്കെ ചെത്താണ്ടേ തഴമ്പ് പോലെയായി. അതുപോലെ തന്നെ ഈ ലെവലായിട്ടുള്ള ചെത്തിക്കൂട്ടലല്ല ചെത്തിയേക്കുന്നത് അല്ല. ഇതിപ്പോൾ അടി നമ്മൾ ലെവലാക്കി എടുത്തു, വൃത്തിയാക്കി എടുത്തു. എല്ലാ ഭാഗത്തു നിന്നും ഒരു ഭാഗം മൊത്തം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ നിന്നുള്ളതാണ് കൂടുതൽ ടാസ്ക് വരുന്നത്. എങ്ങനെ ഇരുന്നല്ലേ ഇതിപ്പം ഇത്രയും റെഡി ആയത് കണ്ടില്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ താറാവിൻ്റെ കാല് പോലെ അത് തന്നെ. അവിടെ ഇവിടെ അങ്ങനെ പോകാൻ പാടില്ല. എപ്പോഴും നല്ല നീറ്റായി പറയുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട പരിപാടിയാണ്. അല്ലാണ്ട് ചുമ്മാ വെറുതെ ഓരോന്ന് കാണിച്ചു നോക്കിയിട്ട് കാര്യമില്ല. ഓരോ ഭാഗമായിട്ട് ഏറ്റ് ഇങ്ങനെ എടുത്ത് തീർക്കണം. വേണ്ട ഇടുക ഞാൻ കാണിച്ചു തരാം. ഈ പാദരോഗം വരുന്ന അസുഖങ്ങൾ വരുന്നില്ലേ? പാദരോഗം ആ അസുഖങ്ങൾ വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ വരുമ്പോൾ ഇത് ചെത്തി കൂട്ടലുണ്ടോ? ഇതല്ലേ ഇതൊക്കെ അഴുക്കാണ് ഇരിക്കണേ. എന്താ ഭയങ്കര സ്മെല്ലായിരിക്കും. കണ്ടാ നല്ല മണമുണ്ട്. ഇതിനകത്ത് അഴുക്കിരിക്കുന്നുണ്ടോ? അഴുക്ക് കല്ല് എന്താ ഇത് വേണ്ട ഇത് വേണ്ട. അപ്പം ഇതിനകത്ത് ഇതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടിടണം. ഇതിങ്ങനെ ക്ലീൻ ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ ഒന്നും ഇങ്ങനെ നിൽക്കാൻ പാടില്ല. മണ്ണ് കയറി ഇരിക്കാൻ പാടില്ല. അപ്പം നമ്മൾ അതിനനുസരിച്ച് വേണം അത് ചെത്തി കൂട്ടാനായിട്ട്. ഇപ്പോൾ വേണ്ട ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ എത്ര വർഷങ്ങളായിട്ട് ഇരിക്കുന്നതായിരിക്കും അറിയോ? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ മുകളിൽ ചെത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ഈ മണ്ണിരിക്കുന്നത്. ഈ സാധനമാണ് ഈ പാദരോഗമായിട്ട് പിന്നെ റിട്ടേൺ വരുന്നത്. അപ്പം നമ്മൾ അസുഖം വന്നിട്ട് കുറേ പാദരോഗം വന്ന ആയിരിക്കും നട ഇങ്ങനെ ആയല്ലേ? അതെ. അല്ല ഈ നടയുടെ ഈ ഭാഗത്തൊരു മുഴയായിരുന്നു, പിന്നെ അത് കല്ലപ്പായി. ഇതൊക്കെ ചെത്തി കൂട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ലൈനിൽ ഇങ്ങനെ എടുത്ത് ഇപ്പം നമ്മളിത് ഷേപ്പ് ആക്കിയിരുന്നോ? ഇതൊക്കെ ഷേപ്പിലല്ലേ വരുന്നത്. ഈ ഷേപ്പോട് കൂടിയിട്ട് തന്നെ കളയാതെ വേണം അത് ചെത്തി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നോക്കി ചെത്തിയെടുക്കണം. ഒരു പ്രാവശ്യം ചെത്തി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ക്ലിയർ ആയി വന്നു, പിന്നെ റെഡിയാവും. പിന്നെ ഇത് വേണ്ട ഇതൊക്കെ അഴുക്കാണ് ഇരിക്കുന്നത്. ഇതൊക്കെ അഴുക്കാണ്. ഇതൊക്കെ ചുമ്മാ ഇതിനെ കൊണ്ടുവരുത്ത പരിപാടി അല്ലേ? ചെത്തിക്കൂട്ടാതെ കുറേ ആൾക്കാർക്ക് ഇതിനെ കുറിച്ചിട്ട് അറിയില്ല. ഇത് നോക്കുമ്പോൾ ആനേനെ തോട്ടിയും പിടിയും കൊണ്ടുവരുന്നു. കുറേ പൂരപ്പറമ്പിൽ പാപ്പാമാർ തല്ലി ഉപദ്രവിച്ച് ആനകളെ പീഡിപ്പിച്ച് മൃഗീയമായി പീഡിപ്പിച്ച് അങ്ങനെ ഒരു രീതിയിലാണ് നിൽക്കുന്നത്. പക്ഷെ ഇതിൻ്റെ പിന്നിൽ കുറേ കഷ്ടപ്പാടുകളുണ്ട്. നമ്മൾ ഈ ആനകളെ നോക്കി നന്നാക്കി എടുക്കാനും അതുപോലെ തന്നെ അതിൻ്റെ കയ്യും കാലും ചെത്തി ഈ നമ്മളെ ഈ വിമർശിക്കുന്ന ആൾക്കാരില്ലേ അവർക്കൊരു ദിവസം ഇത് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ അടുത്ത് നമ്മളെ പോലെ വന്ന് നമ്മുടെ ഈ കൊടുകടിയും കൊണ്ട് ഈ പാടത്തും പറമ്പിലും അവിടെ ഇവിടെയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂലിപ്പണിക്ക് പോയി ഇതിലും കൂടുതൽ കാശ് കിട്ടുമ്പോൾ പിന്നല്ലേ. എന്നിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് ഇത് വിട്ടു പോകാത്തത്? നമുക്ക് ഈ ആനകളെ അത്രയും ഇവരുടെ കൂടെ ജീവിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതന്നെ. വിമർശിക്കുന്ന ആൾക്കാർ ഇതുപോലും കാണുന്നുണ്ട്. നമ്മൾ എത്ര നീറ്റായിട്ടാണ് ആനകളെ പൂരപ്പറമ്പിലേക്ക് കൊണ്ടുവരുന്നത്. ഇതൊന്നും ഒറ്റ ചെത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റില്ല. ഈ നഗരത്തുമ്പോൾ തന്നെ ഞാൻ ഏകദേശം ഒരു 3/4 മണിക്കൂറായി ഇരിക്കുന്നു. ഇത് മാത്രം ഷേപ്പാക്കി എടുക്കണമെങ്കിൽ നല്ല പാടാണ്. പിന്നെ വിമർശനങ്ങൾ ഇപ്പം നമ്മുടെ മാത്രമല്ല. കഴിഞ്ഞ ദിവസേ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നേ, ഒരു ചേച്ചി ലവ് ബേഡ്സിനെ മേടിച്ചിട്ട് അതിനെ കൂട്ടിലിട്ടൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ അതിനകത്തൊരു തള്ള വന്നിട്ട് പറയാം അതിനെയൊക്കെ നിങ്ങൾ കൂട്ടിലിട്ടിട്ട് പീഡിപ്പിക്കുകയാണ്, അതിനെ അയച്ചു വിടാൻ. ലവ് ബേഡ്സിലേ അത് അയച്ചു വിട്ടാൽ അതിന് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അത് മനുഷ്യന്മാരെ വളർത്തുന്ന ജീവിയല്ലേ അത്. അതിനയച്ചു വിട്ട വേറെ പക്ഷികളൊന്നും അതിനെ ആക്രമിച്ച് കൊല്ലും. അതിനെ കൊല്ലാനാണ് അവർ പറയുന്നത്. കുറച്ച് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ഞാൻ തൂവല്ലും. എന്താല്ലേ ഇതൊക്കെ ഇതിനെ കാട്ടിക്കയറ്റി വിടാനാണ് ഇവർ പറയണ കുറേ ആൾക്കാർ. ഇത് കാട്ടിക്കയറ്റി വിട്ട് ഇതിൽ ജീവിക്കാൻ പറ്റില്ല. അത് എന്താ ഈ പൊട്ടന്മാർക്ക് മനസ്സിലാവാത്തത്? മനസ്സിലാവാത്തത് മനുഷ്യനുമായിട്ടാണെങ്കിൽ പോയില്ലേ? ഇവർക്ക് അറിയില്ല ഇതിനെ കുറിച്ച് ഒന്നും. ഇങ്ങനെ വരുമ്പോൾ ഒരു കമന്റ് ഇടുന്നു, അങ്ങോട്ട് പോണു. ഈ കമന്റ് ഇടുന്ന
ആൾക്കാരില്ലേ, ഇരവന്മാർക്കുള്ള ആൾക്കാർ, അവരുടെ വീഡിയോസുകളൊക്കെ കണ്ടുണ്ടോ? അവർ അവരുടെ ഫാമിലിയൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് നല്ല അടിപൊളിയായിട്ട് സന്തോഷമായിട്ട് അടിപൊളിയായിട്ട് ജീവിക്കുന്നു. നമ്മൾ ജീവിക്കുന്നതോ നമ്മുടെ കാട്ടിലും വെള്ളമില്ല. ആ പ്രൊഫൈലിലൊക്കെ കയറിയിട്ട് ഇവരെയൊക്കെ പറയാൻ നമുക്കറിയാൻ പാടായിട്ടാണോ? അല്ല, നമുക്കെന്താ പറ്റില്ലേ? ഒരാളെ എന്നെന്നല്ല കേട്ടോ, മൊത്തത്തിലേ ഇതിനെക്കുറിച്ച് അറിഞ്ഞ് സംസാരിക്കുക, അല്ലെങ്കിൽ കാണുക എന്തൊക്കെയാണ് ചെയ്യുന്നത്. നഖം പ്രത്യേകരണമല്ല. ഇപ്പൊ അവരെ ഒന്നും നമുക്ക് നന്നാക്കാൻ പറ്റില്ല അല്ലേ? എന്തോ എവിടെ നന്നാക്കാൻ അവർക്ക് ഇങ്ങനെ അവരിങ്ങനെ വർത്താനം അല്ല മറ്റേ ഇത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കട്ടെ. നമ്മളെ പഠിപ്പിക്കാൻ വരരുത്. അവരെന്തേലും പറയട്ടെ, നമുക്കല്ല. അല്ല, പറഞ്ഞതൊന്നും നല്ലടാ. എന്തെങ്കിലും ഒരു ഇങ്ങനെയെങ്കിലും പറഞ്ഞിട്ട് ഇച്ചിരിയെങ്കിലും നാണമാനം ഉണ്ടെങ്കിൽ നിർത്തി പോട്ടെ. ആന കണ്ടാ കണ്ടാ അങ്ങോട്ട് നോക്കും. ആ ചെറുക്കൻ്റെ കൈ കൂടി നോക്കും. ഇഷ്ടപ്പെടുന്നില്ലേ? അതൊന്നും ശീലമില്ലല്ലോ. അണ്ണാ ഇങ്ങോട്ടൊന്ന് നോക്കി. അനന്തു ലീവാണ്. അനന്തു വീട്ടിൽ വരെ പോയേക്കുക. അതെനിക്ക് മനസ്സിലായി. അനന്ത് എന്താ ഉദ്ദേശിച്ചത്? അനന്ത് ലീവില് വീട്ടിൽ പോയത് തന്നെ അല്ല, അങ്ങനെങ്കിലും സംഗതി വെക്കുമെന്നറിയാം. ഇത് നമ്മുടെ ആറാട്ടുപുഴ പൂരാണ്. ആറാട്ടുപുഴ പോയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൂരം. അപ്പോൾ ആ പരിപാടിക്ക് വളരെ സെറ്റാക്കിയിട്ട് ഒട്ടുമിക്ക പരിപാടിക്ക് നമ്മൾ തന്നെയായിരിക്കും. ഇതിൻ്റെ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഈ നഖല്ലേ, നഖം എപ്പോഴും ഇവിടെ നിൽക്കരുത്. അതായത് ഈ പാത ഇത്രയും ഭാഗം മാത്രം കുത്താൻ പാടുള്ളൂ നിലത്ത്. ഈ നഖം കുത്തി നടക്കാൻ പാടില്ല. അപ്പൊ അത് നമ്മള് ചെത്തി ലെവലാക്കി ചേർക്കണം. മനസ്സിലായോ? ഇതൊക്കെ എങ്ങനെ ചെത്തി എടുക്കുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഈ ഒരു ആനയുടെ കോലം വരുത്തണമെങ്കിൽ പണി കുറച്ചുണ്ട്. എത്ര നാളത്തെ മെനക്കാട് കാണും അല്ലേ? പിന്നെ നമ്മുടെ ടാസ്ക് അതല്ല. ഇപ്പൊ ഈ ആനയുടെ മേത്ത് കുറെ പാടുകളില്ലേ? എല്ലാം ഇതിനകത്ത് വന്നിട്ട് പറയാണ് ആ പാട് ആനയുടെ മേത്ത് നിറച്ച് മുറിവാണ്, ആനയുടെ മേത്ത് നിറച്ച് പാടാണ്, ആനേന്റെ മീയൊക്കെ തല്ലി തവിടുകൂടിയൊക്കെയാണെന്ന് പറയണം. നമ്മൾ ഈ ആന വെച്ചിട്ട് ഇത്ര ദിവസമല്ലേ ഉള്ളൂ. ഈ പാടൊക്കെ കുറെ വർഷങ്ങളായിട്ട് ഉള്ളതല്ലേ? പിന്നെ നമ്മളെന്തെങ്കിലും ചെയ്തതാണോ? എന്താ ഇവരോടൊക്കെ ഞാൻ പറയാ? ആവശ്യമില്ലാത്ത പറയാൻ വന്നാ എന്റെ ബായെന്ന് വലിയ കേൾക്കുക. പറഞ്ഞാൽ ഞാൻ ഈ കാണിക്കണതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ കാണും, അല്ലെങ്കിൽ നിങ്ങൾ കാണണം. പറഞ്ഞിട്ട് ഞാൻ എന്ത് പറയാനാ? ഞാൻ എങ്ങനെയാണ് ഇവരെ പരിപാലിക്കുന്നതെന്നാണ് കാണിച്ചു തരുന്നത്. നിങ്ങൾ സംസാരിച്ചാൽ ശരിയാവില്ല. എന്നാ ഇതുവേ നമ്മളാണിപ്പോ എന്തായാലും ഇത് മാറി കിട്ടും. ഇത് മാറി കിട്ടും. ഈ നട മടങ്ങി ഇത്രയും നാളെ ആന വന്നിട്ട് മടങ്ങിയിട്ടില്ല. ഇന്നലെ ഞാൻ കണ്ട ആന മടക്കി പിടിച്ചിരിക്കുന്നു. അങ്ങനെ നടക്കുമ്പോ മടങ്ങണത് കുഴപ്പമില്ല, നിൽക്കുമ്പോ ഇങ്ങനെ മടക്കി വെക്കില്ല. മടക്കിയിട്ടുണ്ടായില്ല ആന. മടക്കി ഇന്നലെ മടക്കിയാന. നീ മുഴയല്ലേ? അത് പോവും. അത് നമ്മൾ മാറ്റി അത് പോവും. ഇതിനകത്ത് ബ്ലഡ് കയറി ഓട്ടം തുടങ്ങി. ഇത്രയും ദിവസം ഉണ്ടായിരുന്നില്ല ഓട്ടം ഒന്നും. അതൊക്കെ റെഡിയായി. നമ്മളെ മാറ്റിയിട്ട് കാണിച്ചങ്ങോട്ട് തരും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ സംസാരമില്ല, ചെയ്ത് കാണിക്കാം. എന്റെ ദൈവം എന്റെ കാലിൽ പൊടിഞ്ഞാലേ നീ ഇപ്പൊ എവിടെയാ കഴുകാൻ പോകുന്നത്? എനിക്ക് ഇവിടെ കഴുകുന്നുണ്ട്. നീ തൽക്കാലം അവിടെ കഴുകല് നിൽക്കുന്നത്.